ഹലോ ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇറ്റ്സ് മീ അനന്തു. മക്കളെ, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2023 ലാബ് എക്സാമിൻ്റെ മെയിൻ ലാബ് എക്സാമിന് ചോദിച്ച ലാബ് 18 എന്ന് പറയുന്ന ആ ഒരു ലാബാണ് കേട്ടോ. ഫങ്ഷൻസ് എന്ന് പറയുന്ന ലാബാണ്. സോ സെക്കൻഡ് ഇയറിലെ പോർഷനാണ് മക്കളെ. ഇത് പൊതുവേ ചില കുട്ടികൾക്ക് ടഫായിട്ട് തോന്നാറുള്ളൊരു ലാബാണ്. കാരണം ഇത് ക്ലാസ് ചെയ്യുമ്പോഴും കൂടി ചെയ്യുമ്പോഴും നമുക്കിത് കുറച്ച് ടഫായിട്ട് തോന്നാനുള്ള കാരണം മക്കളെ, ഇത് കുറച്ച് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആണ്. പറഞ്ഞാൽ നല്ല രീതിയിൽ കൺസെപ്റ്റ് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് വളരെ എളുപ്പമാകത്തുള്ളൂ. 1-1 എന്താണ്, ഓൺ ടു എന്താണ്, ബൈജക്റ്റീവ് എന്താണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ മക്കളെ നമുക്ക് ഈ ഒരു ലാബ് വളരെ എളുപ്പമാകത്തുള്ളൂ. എന്നേരം നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം എക്സാമിന്. പക്ഷേ കൺസെപ്റ്റ് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു ലാബ് തന്നെയാണ് ഇത്. 8 മാർക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വാങ്ങാം. ഓക്കെ, എന്തായാലും കൺസെപ്റ്റ് അറിയാത്ത കുട്ടികളാണെങ്കിലും അറിയുന്ന കുട്ടികളാണെങ്കിലും മക്കളെ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ കുറച്ച് ബേസിക് ലെവലോട് കൂടി തന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഏതൊരു കുട്ടിക്കും 1-1 ഓൺ ടു മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കുക, ചെയ്ത് പഠിക്കുക. ഓക്കെ മക്കളെ, ഞാൻ വീണ്ടും പറയാണ് മക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാവരും നല്ല മാർക്ക് ലാബിന് വാങ്ങണമെന്നാണ് ആഗ്രഹം. സോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം മക്കളെ. അപ്പോൾ നമുക്ക് ലാബ് 18 ഒന്ന് നോക്കാം. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ. മക്കളെ, അതെ, ഈ എഫ് ഫ്രം എന്ന് തന്നിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് തന്നിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അത് നമുക്ക് ആവശ്യമാണ്. എഫ് ഫ്രം ആർ ടു ആർ, അത് നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യണം. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്, എവിടെയാണിത്? റിയൽ നമ്പറിൽ നിന്നും റിയൽ നമ്പറിലേക്കാണ് ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് 1-1 ആണ്, ഓൺ ടു ആണോ ചെക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരെണ്ണം ടിക്കറ്റ് വരും മക്കളെ, സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമുക്ക് അതേപോലെ തന്നെ കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിത് അതേപോലെ കോപ്പി ചെയ്യുന്നു. പക്ഷെ കോപ്പി ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ ഇവിടെ നോക്കിക്കോണേ മക്കളെ, 2x⁻²2 ആണ്. 2x² വരും. ഇവിടെ x⁻²2 എന്നല്ല വന്നിരിക്കുന്നത്, x2 എന്നാണ്. സോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യുവാണ്, x². അപ്പോൾ ഈ 2025 ലാബ് ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ സോഫ്റ്റ്വെയർ വഴിയാണ് ക്വസ്റ്റ്യൻസ് തരുന്നത്. സോ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടാണോ ഇവിടെ ടൈപ്പ് ചെയ്ത് വന്നിരിക്കുന്നതെന്ന് നോക്കണം കേട്ടോ. കാരണം ചിലപ്പോൾ നിങ്ങൾ കോപ്പി ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കോഡ് ആയിരിക്കത്തില്ല വന്നിരിക്കുന്നത്. സോ നമ്മളൊന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, നോ പ്രോബ്ലം. സോ വന്നിട്ടുണ്ട്, എൻ്റർ കൊടുക്കുക. ഇനി ഒന്നും കൂടെ നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഇൻപുട്ട് ചെയ്ത ഫംഗ്ഷൻ അത് തന്നെയാണെന്ന് അറിയാൻ വേണ്ടി കുറച്ചും കൊണ്ട് നീക്കി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും 2x² - 3x+4. അങ്ങനെ ധാരാളം സമയം നമുക്ക് എക്സാം എഴുതുമ്പോൾ കിട്ടും. സോ നമുക്ക് വളരെ സ്ലോയിൽ സമാധാനത്തോടെ ചെയ്തു പോയാൽ മതി. ഇല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് മൊത്തം കൊളാക്കും. അപ്പോൾ അതെ, 2x² - 3x+4 ആണോ നോക്കുക. യെസ്, അതാണ്. ഇതാണ് എൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, മനസ്സിലായി അവിടെ വരെ. ഓക്കെ, ഇനി എന്താണ് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഈ ഫംഗ്ഷൻ 1-1 ആണോ ഓൺ ടു ആണോ നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കണം മക്കൾ. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. ഇത് 1-1 ആണോ ഓൺ ടു ആണോ നമ്മൾ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കണം. 1-1 ഓൺ ടു ഡെഫിനിഷൻ അറിയുന്ന കുട്ടികളൊക്കെ കാണും അല്ലേ, മനസ്സിലാക്കി പഠിച്ചവർ കാണും. എന്താ 1-1 എന്ന് പറയുമ്പോൾ? 1-1 പേര് തന്നെയുണ്ട്. ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് ഒരു ഇമേജ്. ഈ ഒരു സെറ്റിലെ എഫ് ഫ്രം ആർ ടു ആർ ആണെങ്കിൽ ഈ റിയൽ നമ്പർ എന്ന സെറ്റിൽ നിന്നും ഈ റിയൽ നമ്പർ സെറ്റിലേക്ക് ഒരു ഇമേജേ കാണാൻ പാടുള്ളൂ. ഇവിടുത്തെ ഓരോ എലമെന്റിനും ഓരോ ഇമേജേ കാണാൻ പാടുള്ളൂ. അതാണ് 1-1. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഞാൻ ഗ്രാഫിക്കലി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പറഞ്ഞുതരാം മക്കളെ. ഞാൻ ഡെഫിനിഷൻ പറഞ്ഞതാണ്. പിന്നെ ഓൺ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ടു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെറ്റിലെ എല്ലാവർക്കും ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് 1-1 ഓൺ ടു ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ മക്കളെ, നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ളൊരു ടെസ്റ്റാണ് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്. അതിനുവേണ്ടി ഞാൻ മുകളിലത്തെ ടൂളിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ ഒരെണ്ണം ചൂസ് ചെയ്യുന്നു. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇങ്ങനെ. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ അവിടുന്ന് പെർപെൻഡിക്കുലർ ലൈൻ എടുത്തിട്ട് നമ്മുടെ y ആക്സിൽ എവിടെയെങ്കിലും കൂടെ ക്ലിക്ക് ചെയ്യുന്നു. കറക്റ്റ് ആയില്ല. സോ അണ്ടു അടിക്കാതെ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുവാണ്. കറക്റ്റ് y ആക്സിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇതാണ് എൻ്റെ പെർപെൻഡിക്കുലർ ലൈൻ. മക്കൾ, ഈ പെർപെൻഡിക്കുലർ ലൈൻ എടുത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രാഫുമായിട്ട് എത്ര പോയിന്റ് മീറ്റ് ചെയ്യണമെന്ന് നോക്കിയാൽ നിങ്ങൾ. ഇത് ഗ്രാഫുമായിട്ട് എത്ര പോയിന്റ് മീറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ മക്കളെ. ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം, സൂം ചെയ്യാം. മക്കളെ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, ഇത് ഇവിടെ ഉണ്ടൊരു പോയിന്റ്, ഇവിടെ ഉണ്ടൊരു പോയിന്റ്. എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 1-1 അല്ല. ഓക്കെ, കാരണം ഒരേ ഒരു പോയിന്റിലെ ഗ്രാഫിനെ മുറിച്ചുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞത്. ഇവിടെ രണ്ട് ഭാഗത്തൂടെ മുറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സോ അത് 1-1 അല്ല. സിമ്പിളായിട്ട് പറയാൻ പറ്റത്തില്ലേ? യെസ്. അപ്പോൾ ഇത് 1-1 അല്ലാത്ത ഫംഗ്ഷനെ പറയുന്ന പേരെന്താണ്? അതൊക്കെയാണ് വൈവയ്ക്ക് ഉപയോഗിക്കുന്നത്. 1-1 അല്ലാത്ത ഫംഗ്ഷനെ പറയുന്ന പേരെന്താണ്? ഓൺ ടു എന്നല്ല, മെനി 1.
1 അല്ലാത്തതിനെ പറയുന്ന പേരാണ് മെനി വൺ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ കാരണം സാർ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? സാർ ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ആണ് ഞാൻ ഉപയോഗിച്ചത്. സോ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഗ്രാഫിനെ 2 പോയിന്റിൽ ഇത് കട്ട് ചെയ്യുന്നുണ്ട്. സോ അത് 1 അല്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കിയാണ് പഠിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും, സാറിന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് 1 അല്ലെന്ന് എഴുതാമല്ലോ. യെസ്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാം? ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് നിങ്ങൾ എഴുതാം. ഇറ്റ് ഈസ് നോട്ട് 1 ബിക്കോസ് എന്താ? ഇറ്റ് ഹാസ് മോർ ദാൻ 1 ഇമേജ്. അതിന് ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ട്. മോർ ദാൻ 1 ഇമേജ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് നമുക്ക് പറയാം. ഒന്നുകൂടെ ഞാൻ അതെ ഇവിടെ 4 കൊണ്ട് വെച്ചു. 4ന് 2 ഇമേജ് ഉണ്ട്, 5ന് 2 ഇമേജ് ഉണ്ട്, ഇങ്ങനെയൊക്കെ വേണേൽ പറയാം കേട്ടോ. സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. സോ ഇതാണ് 1 കാര്യം. 1 ആണോ അല്ലേ ചെക്ക് ചെയ്യണം, മനസ്സിലായല്ലോ. അപ്പോൾ ഇത് 1 അല്ല, അത് മനസ്സിലായി. ഇത് ഓൺ ടു ആണോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഓൺ ടു ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ നോക്കിക്കോണേ. നമ്മുടെ ക്വസ്റ്റ്യൻ R to R അല്ലേ മക്കളെ? റിയൽ നമ്പറിൽ നിന്നും റിയൽ നമ്പറിലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓൺ ടു ആണെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ. ഒരു കാര്യമുണ്ട്, കോഡൊമെയിനും റേഞ്ചും സെയിം ആയിരിക്കണം. ഇതാണ് കോഡൊമെയിൻ. വേണ്ടവർ എഴുതി വെച്ചോ, ഇത് എഴുതി കഴിഞ്ഞാൽ തന്നെ മാർക്കായി. കോഡൊമെയിൻ ഈക്വൽ ടു റേഞ്ച് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഓൺ ടു. സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓൺ ടു എന്ന് പറഞ്ഞാൽ കോഡൊമെയിൻ ഈക്വൽ ടു റേഞ്ച്. ഓക്കെ, കോഡൊമെയിനും റേഞ്ചും സെയിം ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഓൺ ടു. ഇനി എന്താണ് കോഡൊമെയിൻ റേഞ്ച് എന്നൊന്ന് ജസ്റ്റ് ഞാൻ പറയുവാണ്. ഇവിടുത്തെ ഫംഗ്ഷൻ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്ന് എങ്ങോട്ടേക്കാ? എഫ് ഫ്രം R to R ലാണ് മക്കളെ. റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ പറഞ്ഞിട്ടുള്ളത്. സോ ഈ രണ്ടാമത്തെ സെറ്റിനെ പറയുന്നതാണ് കോഡൊമെയിൻ. ഓക്കെ, കോഡൊമെയിൻ എന്ന് പറയുന്ന രണ്ടാമത്തെ സെറ്റിനെ പറയുന്ന പേരാണ്. ഇനി റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷൻ കണ്ടല്ലോ, ഈ ഒരു ഗ്രാഫ് അല്ലേ, ഈ ഒരു യു പോലെ ഇങ്ങനെ ഗ്രാഫാണ്. അത് എവിടം തൊട്ട് എവിടം വരെയാണ് നമ്മുടെ y ആക്സിലുള്ളത്, അതാണ് നമ്മുടെ റേഞ്ച്. ശരിക്കും പറഞ്ഞത് എവിടം തൊട്ട് എവിടം വരെയാണ്? നിങ്ങൾ നോക്കി, കോഡൊമെയിൻ റേഞ്ച് സെയിം ആണോ നോക്കി. കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഈ റിയൽ നമ്പർ മൊത്തം എന്ന് പറഞ്ഞത് ഈ R മൊത്തം റിയൽ നമ്പർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ റേഞ്ച് എന്ന് പറഞ്ഞത് ഇവിടം തൊട്ട്, ഗ്രാഫ് എവിടം തൊട്ടേ ഉള്ളതാ മക്കളെ? ഗ്രാഫ് ഇതേ ശരിക്കും പറഞ്ഞത് ഇവിടം തൊട്ടല്ലേ ഉള്ളൂ, ഇവിടം തൊട്ട് അങ്ങോട്ടല്ലേ ഉള്ളൂ. ഈ താഴത്തേക്ക് ഗ്രാഫ് ഉണ്ടോ? താഴത്തേക്ക് ഗ്രാഫ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ റിയൽ നമ്പറിന്റെ ഭാഗങ്ങളല്ലേടാ. പക്ഷെ ഇവിടെ ഒന്നും ഗ്രാഫ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? കോഡൊമെയിനും റേഞ്ചും സെയിം അല്ല. മനസ്സിലായോ? ഈ ഗ്രാഫ് ഇങ്ങനെയാണ്, ഇവിടം തൊട്ടേ ഉള്ളൂ ഗ്രാഫ്. കണ്ണുകൊണ്ട് തുറന്നു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താടാ ഇവിടം തൊട്ടേ ഉള്ളൂ ഗ്രാഫ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? സാർ ചോദിക്കണേ പറയാം, സാറേ ഇത് കോഡൊമെയിൻ നോട്ട് ഈക്വൽ ടു റേഞ്ച്. കോഡൊമെയിൻ റേഞ്ച് സെയിം അല്ല. കാരണം കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം റിയൽ നമ്പർ ആണ്. പക്ഷെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എവിടം തൊട്ടാണ്? റേഞ്ച് എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. 3 തൊട്ടല്ല, 3ക്ക് തൊട്ട് താഴെ ഏകദേശം 2 പോയിന്റ് സംതിങ് ആണ് അല്ലേ. 2 പോയിന്റ് സംതിങ് തൊട്ടേ ഗ്രാഫ് ഉള്ളൂ. സോ ഇത് കോഡൊമെയിൻ നോട്ട് ഈക്വൽ ടു റേഞ്ച്. അപ്പൊ നിങ്ങൾ എന്തെഴുതണം? ഇവിടെ എഴുതേണ്ടത് കോഡൊമെയിൻ നോട്ട് ഈക്വൽ ടു റേഞ്ച്. കോഡൊമെയിനും റേഞ്ചും സെയിം അല്ല. Therefore f അല്ലെങ്കിൽ it is not function on to അല്ല. ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. ഫംഗ്ഷൻ ഓൺ ടു അല്ലെന്ന് കാര്യം എഴുതി വെച്ചാൽ മതി. മനസ്സിലായ മക്കളെ? വേറൊരു കാര്യം കൂടെ ചോദിക്കുവാണ് നിങ്ങളോട്. എഫ് ഫ്രം N to N ആണെന്ന് പറഞ്ഞാൽ കോഡൊമെയിൻ എന്താണ്? കോഡൊമെയിൻ N ആണ്. എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ A to B ആണെങ്കിൽ ബിനെയാണ് കോഡൊമെയിൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? റിലേഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന ഫസ്റ്റ് എലമെന്റ്സിനെ ഡൊമൈൻ എന്നും റിലേഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ എലമെന്റ്സിനെ റേഞ്ച് എന്നും പറയും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടിയെന്ന് തോന്നുന്നു. കൺസെപ്റ്റ് അറിയാത്തവർക്കും ഏകദേശം ഈ ഒരു കോഡൊമെയിൻ റേഞ്ചിന്റെ കാര്യം ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ മക്കളെ. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. അടുത്തത് ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി, പക്ഷെ നമ്മൾ എല്ലാം ചെയ്യുന്നതുകൊണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. 3x² - 3x + 2 3x³ അല്ലേ? ഓക്കെ, 3x³. സോ ഇതൊന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യുവാണ്. ഇവിടെ കൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യേക്കാം. ഓക്കെ, ഇവിടെ കൊണ്ട് ടൈപ്പ് ചെയ്യുവാണ്, Ctrl+V. 3x³ അല്ലേ? 3x⁻². 3x³. ഓക്കെ, വന്നു കഴിഞ്ഞ് ഗ്രാഫ്. ഇതിന്റെ കളർ വേറെ കൊടുക്കാം. കളർ വേറെ കൊടുക്കണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഗ്രാഫിൽ ഒബ്ജക്ട് പ്രോപ്പർട്ടീസിൽ കളറ് ഒരു നീല കൊടുക്കാം. കുറച്ചൊരു കാണാൻ ഭംഗിക്ക് വേണ്ടി, അങ്ങനെ ആവശ്യമൊന്നുമില്ല, ഞാൻ കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, ഇടയ്ക്ക് മൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ മക്കളെ. ഇല്ലെങ്കിലുള്ള പ്രശ്നം, നമ്മളിപ്പോൾ പോയിന്റ് എന്തെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പോയിന്റ് വന്നുകൊണ്ടേ ഇരിക്കണ്ട. അപ്പം നിങ്ങൾ ടെൻഷൻ അടിക്കണില്ല. കാരണം എന്താ? അത് എന്തോ ഒരെണ്ണം ഓണായി കിടന്നുകൊണ്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടുത്തെ ഈ ഏറ്റവും മുകളിലത്തെ ഈ ഒരു ബട്ടൺ കണ്ട മൂവ്, അതുകൊണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം
ചുമ്മാ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ സ്ലൈഡറാണ് ഓൺ ആയിട്ടിരിക്കണമെങ്കിൽ സ്ലൈഡർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ക്ലിക്ക് ചെയ്യാനനുസരിച്ച് കേട്ടോ. ഇതൊക്കെയാണ് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളിങ്ങനെ കുറേ പോയിന്റ് വരുമ്പോൾ ടെൻഷൻ ആവും, അയ്യോ എന്ത് ചെയ്ത് എങ്ങനെ കളയും. അപ്പോൾ നിങ്ങൾ ഇവിടെ കൊണ്ട് മൂവ് ക്ലിക്ക് ചെയ്യുക, ഉടനെ അണ്ടു അടിച്ചേക്കുക, മുകളിൽ കൊണ്ട് അണ്ടു അടിക്കുക, അല്ലെങ്കിൽ കൺട്രോൾ Z അടിച്ചു കഴിഞ്ഞാൽ അണ്ടു ആയി പോകും. ഓക്കെ, എന്തായാലും ഇതെൻ്റെ ഗ്രാഫാണ്, പുതിയ ഗ്രാഫേ. തന്നിരിക്കുന്ന ഫംഗ്ഷൻ അത് തന്നെയാണ്. ഓക്കെ, കറക്റ്റാണെന്ന് ഞാൻ വെരിഫൈ ചെയ്തു. നമ്മൾ എന്ത് ചെയ്യും, 1 1 ആണോ നോക്കണ്ടേ? യെസ്, പെർപെൻഡിക്കുലർ ലൈൻ എടുത്തു, y ആക്സിസ് കൊണ്ട് വെച്ചു, വരച്ചു. നോക്കിക്കട മക്കളെ, ഇവിടെയുള്ള എല്ലാവർക്കും നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കിയേ. ഈ ഗ്രാഫ് എത്ര ചെറുതാക്കിയില്ലേ, ഏത് പോയിന്റ് എടുത്താലും ഒരു പോയിന്റിലല്ലേ മീറ്റ് ചെയ്യത്തുള്ളൂ മക്കളെ എന്ന് പറയാൻ പറ്റുമോ? നോക്കിയേ, ഒരു പോയിന്റിലല്ലേ മീറ്റ് ചെയ്യത്തുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ആണോ? ഇവിടെയൊക്കെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യത്തുള്ളൂ അല്ലേ? ഇവിടെ എല്ലാം ഒരു പോയിന്റില്ല എന്ന് പറഞ്ഞ് 1 1 ആണോ മക്കളെ? 1 1 ആണോ എന്ന് കരുതി ചാടി കയറി എഴുതരുത്. കാരണം ഇവിടെ നോക്കി, ഒന്ന് മാറ്റുവാണേ. കാരണം എന്താ മക്കളെ, നമ്മളിത് ഇവിടെ നോക്കി, നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഗ്രാഫ് മൊത്തം നോക്കണം. ഈ ഒരു ഭാഗത്ത് എന്താണ്, ഒന്നിൽ കൂടുതൽ പോയിന്റിൽ ഗ്രാഫ് കട്ട് ചെയ്യുന്നുണ്ട് ഈ ലൈനെ, അല്ലടാ? നോക്കി, ഈ ലൈൻ ഈ ഗ്രാഫിനെ കട്ട് ചെയ്യുന്നത് ഇവിടെ 2 കൊണ്ട് വെച്ച്, 2 എത്ര പോയിന്റ്സ് കട്ട് ചെയ്യുന്നുണ്ട്? 2 കൊണ്ട് വെച്ചു. 2 ഇവിടെ 1 2 3 സ്ഥലത്ത് കണ്ടല്ലോടാ മക്കളെ. ഒന്നുകൂടെ പറയാം, ഈ 2 കൊണ്ട് വെച്ചേ കേട്ടോ. ഇവിടെ ഒരെണ്ണം കട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരെണ്ണം കട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരെണ്ണം കട്ട് ചെയ്യുന്നുണ്ട്, കണ്ടല്ലോ? ഇത്രയും സ്ഥലത്ത് കട്ട് ചെയ്യുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് 1 1 അല്ല. നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് 1 1 ബിക്കോസ് ദ എലമെന്റ് ഹാവ് മോർ ദാൻ 1 ഇമേജ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് പറയാം, ഇവിടുത്തെ 2ന്റെ കാര്യം പറയാം. 2 ഹാവ് മോർ ദാൻ 1 ഇമേജ്, അല്ലെ 2 ഹാവ് എത്ര ഇമേജ് ഉണ്ട്? 3 ഇമേജസ്. 2ന് 3 ഇമേജസ് ഉണ്ട്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇമേജസ് ഉണ്ട്. ഒരു ഇമേജ് ഉണ്ടെങ്കിൽ മാത്രമേ 1 1 ആകത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ 2ന് 3 ഇമേജ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. 3 ഇമേജ് ഉണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് 1 1. 1 1 എല്ലാം സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഓൺ ടു ആണെന്ന് എങ്ങനെ നോക്കും? ഓൺ ടു ആണോ നോക്കണത്? ഓൺ ടു ആണോ നോക്കണം മക്കളെ. നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാ. റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കല്ലേ നമ്മുടെ ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത്? യെസ്. അപ്പൊ നമ്മളിതേ പെർപെൻഡിക്കുലർ ലൈൻ എടുത്തിട്ട് ഞാൻ വരയ്ക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോണേ. റിയൽ നമ്പർ മൊത്തം റിയൽ നമ്പർ ആണ് ഇവിടുത്തെ കോഡൊമൈൻ അല്ലേ? റേഞ്ചും കോഡൊമൈൻ തന്നെയാണെങ്കിൽ സെയിം ആയിരിക്കും. നമുക്ക് നോക്കാം. എല്ലാ പോയിന്റിലും നോക്കിക്കണം മക്കളെ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേക്കും എല്ലായിടത്തും ഗ്രാഫുമായിട്ട് മീറ്റ് ചെയ്യണം. ഒന്നിൽ കൂടുതലോ 1 2 3 5 10 എവിടെ ആയിക്കോട്ടെ, ഒരു പോയിന്റിലെങ്കിലും ഗ്രാഫുമായിട്ട് മീറ്റ് ചെയ്യണം നിർബന്ധമായിട്ടും. നേരത്തെ എന്തായിരുന്നു? നേരത്തെ ആ 3ന് താഴത്തേക്ക് 3 അല്ലായിരുന്നോടാ, അതിന് താഴത്തേക്ക് ഗ്രാഫ് ഇല്ല. ആ ലൈനുമായിട്ട് മീറ്റ് ചെയ്യണില്ല ഗ്രാഫ്. അതുകൊണ്ടായിരുന്നു അവിടെ ഓൺ ടു അല്ലാത്തത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ 7 കൊണ്ട് വെച്ചു, 6 5 ഗ്രാഫുമായിട്ട് ഒരു സ്ഥലത്തോ 1 കൂടുതലോ 2 ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. നോക്കിയടാ, ഞാൻ ഇവിടെ 100 കൊണ്ട് വെച്ച് നോക്കട്ടെ, 500 50 എവിടെ കൊണ്ട് വെച്ചാൽ 100 160 കൊണ്ട് വെച്ചാലും ഗ്രാഫ് ചെറുതായാലും കുഴപ്പമില്ല. ഗ്രാഫുമായിട്ട് 1 കൂടുതൽ പോയിന്റിൽ ഒരു പോയിന്റിലെങ്കിലും മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഒരു പോയിന്റിലെങ്കിലും ഗ്രാഫുമായിട്ട് ചെറുതായിട്ടൊരു കണക്ഷൻ വേണം. അത്രേ ഉള്ളൂ ഓൺ ടുവിൻ്റെ കാര്യം. അത് 1 പോയിന്റ് ആകാം, 2 പോയിന്റ് ആകാം, അതൊന്നും ഒരു പ്രശ്നമല്ല മക്കളെ. പക്ഷെ ഒരു പോയിന്റിലെങ്കിലും മീറ്റ് ചെയ്യണം. ഇതാണ് അതിന്റെ പ്രോപ്പർട്ടി. അപ്പൊ നമുക്കിവിടെ എന്ത് പറയാം? നമുക്കിവിടെ പറയാം ഒരു പോയിന്റിലെങ്കിലും മീറ്റ് ചെയ്യണമെന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഇത് എങ്ങനെ എഴുതും? ഇത് എഴുതണ്ട ഇത്രയേ ഉള്ളൂ. ഓൺ ടു 1 1 അല്ല നമ്മൾ എഴുതി. ഓക്കെ, ഇവിടെ എഴുതേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച്. കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച്. therefore f is on to. അതുകൊണ്ട് എഫ് ഓൺ ടു ആണ്. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റിയൽ നമ്പർ ആയിരുന്നു അല്ലേ? R2R അല്ലേ? സോ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ 6 ആയിരുന്നു അല്ലേ? റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയുള്ള എല്ലാവരുമായിട്ട് തന്നെ ഈ ഗ്രാഫ് മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയുണ്ട് എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ ഈ റിയൽ നമ്പർ മൊത്തം ഗ്രാഫുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. സോ റേഞ്ചും കോഡൊമൈനും റിയൽ നമ്പർ തന്നെയാണ്. സോ ഇറ്റ് ഈസ് ഓൺ ടു. പിടികിട്ടിയല്ലോ മക്കളെ? ഏറ്റവും ബേസിക് ലെവലിലാണ് കേട്ടോ പറഞ്ഞത്. എല്ലാ കുട്ടികൾക്കും മനസ്സിലാകാൻ വേണ്ടിയാണ്. മനസ്സിലായ കുട്ടികൾ മുന്നോട്ടേക്ക് കുറച്ചുകൂടെ സ്പീഡിൽ വീഡിയോ ഓടിച്ചു കണ്ടോ കേട്ടോ. അടുത്ത 2x³ + x + 1. ഇതൊന്ന് നോക്കാം.
2x³ ഇത് വേണേൽ ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അതുവരെ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ തന്നെ എഡിറ്റ് ചെയ്യാം. പക്ഷെ നോ പ്രോബ്ലം, ഞാൻ ഇവിടെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. 2x³ പ്ലസ് x+1. മക്കൾ ഇതൊന്നും നിങ്ങൾ പറയാമെന്ന് നോക്കിക്കടാ. വീഡിയോ ഒന്ന് പോസ് ആക്കി വെച്ചിട്ടൊന്ന് പറയാമെന്ന് നോക്കിയേ. 1 1 ആണോ ഓൺ 2 ആണോ? ഇത് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 1 1 ആണോ ഓൺ 2 ആണോ എന്ന് പെട്ടെന്ന് പറ. വീഡിയോ പോസ് ആക്കിയിട്ടൊന്ന് പറഞ്ഞു നോക്കി. ഇത് 1 1 ആണല്ലേ? നേരത്തെ പോലെ തന്നെയല്ലേ? ദേ നമ്മളിവിടെ കൊണ്ടിങ്ങനെ വെക്കുവാണെങ്കിൽ യെസ്, എല്ലായിടത്തും ഒരു പോയിന്റ് ആണോ ഒന്നിൽ കൂടുതൽ പോയിന്റ് ആണോ? 1 1 ആണോ അല്ലയോ? പെട്ടെന്ന് പറ. ഓക്കെ, ഞാൻ പറയാൻ പോണേ മക്കളെ. മക്കളത് 6ൽ കൊണ്ടുവച്ച 1 പോയിന്റ്, 5ൽ 1 പോയിന്റ്, 4ൽ 3ൽ 2ൽ എല്ലായിടത്തും ഒരേ ഒരു പോയിന്റിൽ മാത്രമല്ലേ ഗ്രാഫ് കട്ട് ചെയ്യണുള്ളൂ. അല്ലേടാ മക്കളെ? ഒരേ ഒരു പോയിന്റ്. കണ്ടല്ലോ, ഇവിടെയൊക്കെ ഒരു പോയിന്റ് മാത്രമേ കട്ട് ചെയ്യുള്ളൂ. നേരത്തെ പോലെ ഇങ്ങനെ കർവ് ഉണ്ടെങ്കിലേ ഒന്നിൽ കൂടുതൽ സ്ഥലത്തും മീറ്റ് ചെയ്യത്തുള്ളൂ. ഇവിടെ ഒന്നും ഈ ഗ്രാഫ് പോയ വഴി ഇങ്ങനെ പോവാം, മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്കാ വന്നത്. അതുകൊണ്ട് ഇത് വേറെ എവിടെ ഇത് 2 പോയിന്റിൽ മീറ്റ് ചെയ്യത്തില്ല. സോ നമുക്ക് എന്ത് പറയാം? ഇത് 1 1 ആണ്. എന്ത് പറയാം നമുക്ക്? ഇറ്റ് ഈസ് 1 1. ബിക്കോസ് കാരണം എന്താണ്? ഇതിന് ഒരേ ഒരു ഇമേജേ ഉള്ളൂ. ഓക്കെ, ഇത് കാരണം ഇത്രയേ ഉള്ളൂ. ഇത് 1 1 ആണെന്ന് മാത്രം എഴുതുക മക്കളെ. റീസൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാം എവരി y ഹാസ് 1 and only 1 ഇമേജ് എന്ന് എഴുതാം. 1 and only 1 പ്രീ ഇമേജ്. ഓക്കെ, അങ്ങനെ എഴുതാം. ഇവിടെയുള്ള എല്ലാവർക്കും, എല്ലാ എലമെന്റിനും ഒരേ ഒരു പ്രീ ഇമേജേ ഉള്ളൂ എന്ന് പറയാം. അല്ലെങ്കിൽ എക്സിന് എല്ലാത്തിനും ഒരേ ഒരു ഇമേജ് ഉള്ളതെന്ന് നിങ്ങൾക്ക് പറയാം. എന്ത് വേണേൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഒന്നെങ്കിൽ നമുക്ക് പറയാം വൈന് എല്ലാവർക്കും ഓരോ പ്രീ ഇമേജ് ഉള്ളൂ. വൈ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം? ഇപ്പോൾ R2 R അല്ലേ? ഇതിലെ ആൾക്കാരെ നമ്മൾ എക്സ് എന്നാണ് വിളിക്കുന്നത്, ഇതിലെ ആൾക്കാരെ നമ്മൾ വൈ എന്നാണ് വിളിക്കുന്നത്, എലമെന്റ്സിനെ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പറയാം എക്സിലുള്ള ആറിലെ ഫസ്റ്റത്തെ സെറ്റിലുള്ള എല്ലാവർക്കും എക്സിന് ഒരേ ഒരു ഇമേജേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ വൈക്ക് ഒരേ ഒരു പ്രീ ഇമേജ് ഉള്ളൂ എന്ന് പറയാം. തിരിച്ച് പറയാനാണ് പ്രീ ഇമേജ്. അപ്പോൾ ഏത് രീതി വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി എഴുതാം. R2 R ആണ്. സോ ഈ ഫസ്റ്റ് സെറ്റിലുള്ള എല്ലാവർക്കും, പച്ച മലയാളത്തിൽ പറയുവാണെങ്കിൽ മക്കളെ, ഫസ്റ്റ് സെറ്റിലുള്ള എല്ലാവർക്കും ഒരേ ഒരു ഇമേജേ ഉള്ളൂ എന്ന് പറയാം. എന്താ നിങ്ങളുടെ ഭാഷയിൽ എഴുതാറ് മക്കളെ? ദ എലമെന്റ്സ് ഇൻ ദ ഫസ്റ്റ് സെറ്റ് ഹാവ് 1 and only 1 ഇമേജ്. അല്ലെങ്കിൽ ദ എലമെന്റ്സ് ഇൻ ദ സെക്കൻഡ് സെറ്റ് ഹാവ് 1 and only 1 പ്രീ ഇമേജ്. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ സെറ്റിലുള്ള എല്ലാവർക്കും ഒരു ഇമേജേ ഉള്ളൂ എന്ന് മലയാളത്തിൽ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കാര്യം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഇത് 1 1 ആണ് എന്ന് എഴുതാം. ഓക്കെ, 1 1 ആണ്. ഇനി ഓൺ 2 ആണോ? വീണ്ടും ഞാൻ നോക്കുവാണ്. കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ? റിയൽ നമ്പർ മൊത്തം ഗ്രാഫ് മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഏത് റിയൽ നമ്പർ എടുത്താലും ഗ്രാഫ് മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഓൺ 2. നേരത്തെ പോലെ തന്നെയാണ്. സോ ഇറ്റ് ഈസ് ഓൺ 2. അപ്പോൾ ഇത്രയുള്ള കാര്യം. ഇവിടെ എന്ത് എഴുതും നമ്മൾ? ഓൺ 2ന്റെ റീസൺ എന്ത് എഴുതും? കോഡവേ ഈക്വൽ ടു റേഞ്ച് ആണ്. സോ ഇറ്റ് ഈസ് ഓൺ 2. അപ്പോൾ അത് 2 കഴിഞ്ഞല്ലോ. അത് 3 കഴിഞ്ഞു. ഓക്കെ, 3 കഴിഞ്ഞു. ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കത്തുള്ളൂ മക്കളെ, 2 മാർക്കാണ്. സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ കേട്ടോ. നെക്സ്റ്റ് പറയുക എന്താണ്? ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഫ്രം R to R. ഇവിടെ എഫ് ഫ്രം R to R ആണ്. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റേഞ്ച്. അപ്പം ഞാൻ ഈ തന്നിരിക്കുന്ന ഗ്രാഫ് ഒന്ന് നമ്മൾ ഇൻപുട്ട് ബോക്സിൽ അടിച്ചു കൊടുക്കാം. ഇതൊന്ന് ഡിലീറ്റ് ചെയ്യുവാണ്. ഇൻപുട്ട് ബോക്സിൽ ഞാൻ എൻ്റർ ചെയ്തു 2x² അല്ലേ? ഓക്കെ, ഇങ്ങനൊരു ഗ്രാഫ് കിട്ടി. ഇനി ഒരു പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റേഞ്ച്. 1 മാർക്കാണ്. ഗ്രാഫ് നോക്കിയിട്ട് റേഞ്ച് കണ്ടുപിടിക്കാൻ. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? റേഞ്ച് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ലൈൻ എടുത്തു. റേഞ്ച് എന്ന് പറഞ്ഞാൽ y ആക്സിലാണ് നോക്കണ്ട കേട്ടോ. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫുമായിട്ട് ലൈൻ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് നമ്മുടെ വൈയിലെ പോയിന്റ്സ് ആണ് നമ്മുടെ റേഞ്ച്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എവിടെ തൊട്ടാണ് മീറ്റ് ചെയ്യണത്? 4-1 ഗ്രാഫുമായിട്ട് മീറ്റ് ചെയ്യുന്നില്ല. 4-1 ഇല്ല. എവിടെ തൊട്ടാണ്? യെസ്, 3 അല്ലേ? 3 മുതൽ താഴത്തേക്ക് എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് മൊത്തം ഗ്രാഫുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടല്ലേ? താഴത്തേക്കാണ് ഗ്രാഫ് പോകുന്നത്. സോ നമുക്ക് എന്ത് പറയാം? 3 to ഇൻഫിനിറ്റി എന്ന് പറയല്ലേ? -ഇൻഫിനിറ്റി, നെഗറ്റീവ് എന്നല്ലേ? നെഗറ്റീവ് ഇൻഫിനിറ്റിയിൽ നിന്ന് 3 വരെയാണ് നമ്മുടെ റേഞ്ച്. ഇതെങ്ങനെ എഴുതും? ഇത് എഴുതേണ്ട ഇത്രയേ ഉള്ളൂ. മക്കളെ. നമ്മുടെ റേഞ്ച് എല്ലാം കണ്ടുപിടിക്കാൻ പറഞ്ഞ യെസ്, റേഞ്ച് ഇസ് ഈക്വൽ ടു 3 തൊട്ട് -ഇൻഫിനിറ്റി തൊട്ട് -ഇൻഫിനിറ്റി തൊട്ട് 3 വരെ. 3ന്റെ അവിടെ ക്ലോസ് ഇടുക കേട്ടോ.
മൈനസ് ഇൻഫിനിറ്റി തൊട്ട് 3 വരെയാണ് നമ്മുടെ റേഞ്ച്. റേഞ്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് കേട്ടോ. മൈനസിൽ നിന്ന് 3 വരെയാണ് നമ്മുടെ റേഞ്ച്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, റീഡിഫൈൻ ദ ഡൊമൈൻ ആൻഡ് കോഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ ടു മേക്ക് ഇറ്റ് ബൈജക്ഷൻ. ബൈജക്ഷൻ ആക്കാനാണ് പറഞ്ഞത്. ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1 1 ഉം ഓൺ 2 ആയ ഫംഗ്ഷനെ പറയുന്ന പേരാണ് ബൈജക്റ്റീവ്. എഴുതി വെച്ചു അറിയാൻ വയ്യാത്തവര്. 1 1 ഉം ഓൺ 2 ആയതിനെ പറയുന്ന പേരാണ് 1 1 ഉം ഓൺ 2 ആയതിനെ പറയുന്ന പേരാണ് മക്കളെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. കേട്ടല്ലോ, ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അതിനാണ് ബൈജക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിനെ ബൈജക്റ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ ഇതിനെ റീഡിഫൈൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഇത് 1 1 ആണോ? അല്ല. ഇതിൽ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഓൺ 2 ആണോ? അല്ല. കാരണം റിയൽ നമ്പറിൽ റിയൽ നമ്പറിലേക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒന്നും ഗ്രാഫുമായിട്ട് മീറ്റ് ചെയ്യുന്നില്ല. സോ ഇത് ഓൺ 2 അല്ല. ഇത് 1 1 ആണോ? അല്ല. 1 1 അല്ല. ഓൺ 2 ആണോ? അല്ല. കാരണം റിയൽ നമ്പർ കോഡൊമൈനും റേഞ്ച് സെയിം അല്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 1 1 ഓൺ 2 ആക്കണമെങ്കിൽ എങ്ങനെ ഇത് റീഡിഫൈൻ ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. വലിയ കാര്യമൊന്നുമില്ല മക്കളെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ്, നോക്കിക്കോണേ. ഈ ഗ്രാഫ് ശരിക്കും ഞാനിങ്ങനെ പകുതിക്ക് വെച്ച് മുറിച്ചിരുന്നെങ്കിൽ, കറക്റ്റ് ഇങ്ങനെ പകുതിക്ക് വെച്ച് മുറിച്ചിരുന്നെങ്കിൽ ഈ പകുതി ഭാഗം മാത്രമേ ഉണ്ടാകത്തുള്ളായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് എന്തായാലും ഒരു പോയിന്റ് മാത്രമേ മീറ്റ് ചെയ്യത്തുള്ളായിരുന്നു. ഇത് വേണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മുറിക്കാം, അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് മുറിക്കാം. ഓക്കെ, അത് എങ്ങനെയാണെങ്കിലും മുറിച്ചിരുന്നെങ്കിലും ഞാനിപ്പോൾ ഇപ്പുറത്തേക്ക് മാത്രം മുറിച്ചെന്നിരിക്കട്ടെ, ഇതിപ്പോൾ ഇല്ലെന്നിരിക്കട്ടെ, ഇപ്പുറത്തേക്ക് മാത്രം മുറിച്ചെങ്കിൽ ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് വരയ്ക്കുമ്പോൾ മക്കളെ എന്തായാലും ഒരു പോയിന്റ് മാത്രമേ മീറ്റ് ചെയ്യത്തുള്ളൂ. സോ അത് 1 1 ആക്കാൻ പറ്റണം എങ്ങനെയാണ്? ഞാൻ ഇവിടെ വെച്ച് മുറിക്കണം. സോ അങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ എനിക്ക് 1 1 ആക്കാൻ പറ്റും. ഇനി ഓൺ 2 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഓൺ 2 ആക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ കോഡൊമൈൻ എന്ന് പറയുന്നത്, കോഡൊമൈൻ ശരിക്കും ഇപ്പോൾ 6 അല്ലായിരുന്നോ? കോഡൊമൈൻ എന്ന് റീഡിഫൈൻ ചെയ്താൽ മതി. കോഡൊമൈൻ 6 ആയിരുന്നല്ലോ, അതിനെ മാറ്റിയിട്ട് കോഡൊമൈൻ എന്താക്കിയാൽ മതി? റേഞ്ചിനോട് സെയിം ആക്കിയാൽ പോരെ. റേഞ്ച് എന്താടാ? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എഴുതിയില്ലേ, എവിടെ തൊട്ട് എവിടെ വരെ? മൈനസ് ഇൻഫിനിറ്റി തൊട്ട് 3 വരെ ആക്കിയാൽ പോരെ. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി 3 വരെ മാത്രം റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം കോഡൊമൈനും റേഞ്ച് സെയിം ആണ്. ഇപ്പൊ ഇവിടുത്തെ കോഡൊമൈൻ 6 ആണ്, പക്ഷെ റേഞ്ച് എന്താണ്? മൈനസ് ഇൻഫിനിറ്റിയോട് 3 വരെ ഉള്ളൂ. ഗ്രാഫ് നിലനിൽക്കുന്ന വൈ ആക്സിന്റെ ഭാഗങ്ങളാണ് റേഞ്ച്. അപ്പോൾ എനിക്ക് റീഡിഫൈൻ ചെയ്യാം, കോഡൊമൈനും ഇത് തന്നെ ആക്കിയാൽ മതി. അപ്പം നമുക്ക് ഓൺ 2 ആകും. ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കിത് ചെയ്യാനായിട്ട് മക്കളെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ വായിച്ചു നോക്കി. റീഡിഫൈൻ ദ ഡൊമൈൻ ആൻഡ് കോഡൊമൈൻ ടു ദ ഫംഗ്ഷൻ ടു മേക്ക് ഇറ്റ് ബൈജക്ഷൻ. ഇത് ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് റീഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എഴുതിയാൽ മതി മക്കളെ. കാര്യം എഴുതി വെച്ചാൽ മതി. നമുക്ക് പറയാം ദിവിടം തൊട്ട് അങ്ങോട്ടേക്ക്. ഇനി അത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. നമുക്കിത് ഗ്രാഫിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ ഇൻ ദ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഡൊമൈനിൽ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. എവിടെ തൊട്ടാക്കണം? ഇവിടം തൊട്ടാക്കണം അല്ലേ? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ മക്കളെ, ഡൊമൈനും റേഞ്ചും എങ്ങനെ റീഡിഫൈൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ നോക്കി, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ അനുസരിച്ച് നിങ്ങളിത് മനസ്സിലാക്കാൻ ഇവിടെയൊക്കെയാണ് ചിലർക്ക് പ്രശ്നം വരുന്നത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു? ഇവിടെ വെച്ച് മുറിക്കണം അല്ലേ? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആക്സിലാണ് ഡൊമൈൻ. ഡൊമൈനുകളെല്ലാം എക്സ് ആക്സും റേഞ്ച് എല്ലാം വൈ ആക്സിലുമാണ്. ഓക്കെ, പറയേണ്ടത്. അപ്പോൾ ഡൊമൈൻ റീഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ച് മുറിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് മുറിക്കണമെന്ന് പറഞ്ഞാൽ ഏതാ കറക്റ്റ് മുറിക്കുവാണെങ്കിൽ -1 കൂടെ ഇങ്ങനെ പോകും അല്ലേ? അപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാൻ? എനിക്ക് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാം -1 നിന്ന് അങ്ങോട്ടേക്ക് എടുത്താൽ മതി. -1 to ഇൻഫിനിറ്റി. അപ്പോൾ എനിക്ക് എഴുതാം ക്ലോസ്ഡ് ഇന്റർവെൽ -1 to ഇൻഫിനിറ്റി. ക്ലോസ് ഇന്റർവെൽ -1 to ഇൻഫിനിറ്റി എന്ന് എനിക്ക് എഴുതിയാൽ മതി. ഓക്കെ, ഇതാണ് നമ്മുടെ ഡൊമൈൻ. -1 തൊട്ട് എടുത്താൽ മതി നമ്മുടെ ഡൊമൈൻ. ഇനി റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഞ്ച് എന്ന് പറഞ്ഞാൽ റേഞ്ച് അല്ല മക്കളെ, അല്ല കോഡൊമൈൻ. റേഞ്ച് അല്ല, ഡൊമൈനും കോഡൊമൈനും പറയാനാണ് പറഞ്ഞത്. ഡൊമൈൻ എഴുതി. സോ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഞ്ചിനോട് ഈക്വൽ ആണ്. റേഞ്ച് എവിടം വരെ ഉള്ളൂ? 3 വരെ ഉള്ളൂ. സോറി, കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ -ഇൻഫിനിറ്റി തൊട്ട് 3 വരെയാണ് കോഡൊമൈൻ. ഇതാണ് അതിൻ്റെ ആൻസർ. റീഡിഫൈൻ ചെയ്തു. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു? -1 തൊട്ട് റെസ്ട്രിക്ട് ചെയ്തു. -1 തൊട്ട് മാത്രം എടുത്തു. എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തേക്ക് ഇല്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാം. ഇവിടം തൊട്ട് ഇവിടം വരെ എടുക്കാം. -ഇൻഫിനിറ്റി തൊട്ട് -1 വരെ എടുക്കാം. വേറൊരു ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാം, ഇപ്പുറത്തെ സൈഡിൽ എടുക്കാം. ഞാനിപ്പോൾ എടുത്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കല്ലേ മക്കളെ? -1 തൊട്ട് അങ്ങോട്ടേക്കല്ലേ? നിങ്ങൾക്ക് അതിന് പകരം -ഇൻഫിനിറ്റി തൊട്ട് -1 വരെ എടുക്കാം. രണ്ടും ഒന്ന് തന്നെയാണ്. -ഇൻഫിനിറ്റി തൊട്ട് -1 വരെ എടുത്താലും സെയിം ആണ്. ഏതെങ്കിലും ഒരെണ്ണം മതി. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഞാനിവിടെ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഞാൻ എഴുതി.
ഡൊമൈൻ റേഞ്ച് എഴുതി മക്കളെ. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ. അങ്ങനെയാണ് ഈ ഡൊമൈൻ നമ്മൾ പറഞ്ഞ ഇവിടെ -1 to ഇൻഫിനിറ്റി അല്ലേ പറഞ്ഞത്, അതൊന്ന് വരച്ച് കാണിക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഇതേപോലെ തന്നെ വരും മക്കളെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈഫിന്റെ ആവശ്യമില്ല, എഫ് എന്ന് എഴുതിയാൽ എഫ് കോമ നമ്മുടെ ഫംഗ്ഷനെ റീഡിഫൈൻ ചെയ്യാൻ പോകണേ. എവിടെ തൊട്ടാ മക്കളെ, -1 തൊട്ട് അങ്ങോട്ടേക്ക്. ഇത് അടിക്കേണ്ട ഇത്രയേ ഉള്ളൂ, അടിച്ചു കൊടുക്കേണ്ട ഇത്രയേ ഉള്ളൂ. എഫ് കോമ എഫിനെയാണ് മാറ്റാൻ പോകുന്നത്. എക്സ് ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ സിമ്പിൾ അറിയാലോ അല്ലെ, നിങ്ങളുടെ കീബോർഡ് നോക്കിക്കോണേ. ഗ്രേറ്റർ ദാൻ അടിക്കുക, ഈക്വൽ ടു അടിക്കുക. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എവിടെ തൊട്ടാണ്, -1 തൊട്ട്. ഓക്കെ അല്ലേ, താഴത്തെ ടൈപ്പ് ചെയ്തിരിക്കുന്ന സംഭവം കണ്ടല്ലോ മക്കളെ. എഫ് കോമ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 എൻ്റർ അടിക്കുക. അതെ, നമ്മുടെ പുതിയൊരു ഗ്രാഫിൻ്റെ വേറൊരു കളർ വന്നുകൊണ്ടോ, വേറൊരു കളർ വന്നുകൊണ്ട്, അതാണ് ജി ഓഫ് എക്സ്. കാരണം ജി ഓഫ് എക്സ് നമ്മൾ റീഡിഫൈൻ ചെയ്തതാണ്. വേണേ എഫ് ഓഫ് എക്സ് ഞാനൊന്ന് ഹൈഡ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് എൻ്റെ പുതിയ ഗ്രാഫ്, ഇതാണ് പുതിയ ഡൊമൈൻ. കണ്ടല്ലോ, ഡൊമൈൻ എന്താണ്, -1 തൊട്ടാണ് അങ്ങോട്ട്. വേണമെങ്കിൽ ഇവിടെ നോക്കി, ഇവിടെ നോക്കി, ഇത് ഞാൻ 1 ആണോ എന്ന് നോക്കി കാണിച്ചു തരാം. നോക്കിയേ മക്കളെ, എവിടെ എടുത്താലും ഇത് 1 അല്ലേ, ഒരേ ഒരു പോയിന്റ് മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ. സോ ഇത് 1 ആണ്. ഇനി ഓൺ ടു ആണോ, ഓൺ ടു ആണ്. കാരണം എന്താണ്, ഞാനിത് ഫുള്ള് റിയൽ നമ്പർ ആയിരുന്നു, അത് ഞാൻ മാറ്റി എവിടം വരെ ആക്കി, -∞ തൊട്ട് 3 വരെ ആക്കി. അപ്പൊ ഞാൻ ഈ ഗ്രാഫ്, ഈ ലൈൻ എനിക്ക് 3 വരെ നീക്കിയാൽ മതി, അതിൻ്റെ അപ്പുറത്തേക്ക് നീക്കണ്ട. കാരണം എന്താ, കോഡൊമൈൻ മാറ്റി കൊടുത്തു. ഇപ്പൊ ഇവിടം വരെ എടുക്കേണ്ട കാര്യമില്ല, 3 വരെ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ തൊട്ട് ഇവിടം വരെ നോക്കിയ മക്കളെ, ഗ്രാഫുമായിട്ട് എന്തായാലും ഒരു ബന്ധം ഉണ്ടല്ലോ. യെസ്, അതാണ് റീഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞത്. ഇതാണ് നമ്മൾ ഗ്രാഫിൽ കാണിക്കേണ്ടത്. ഇത് ചെയ്ത ശേഷം ടീച്ചറിനെ വിളിച്ച് കാണിക്കുക. കൺസെപ്റ്റ് ഞാൻ പറഞ്ഞതിൽ നിന്നൊക്കെ എല്ലാ കൺസെപ്റ്റും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ, യെസ്. അപ്പോൾ ഇത്രയുള്ള കാര്യം മക്കളെ. ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വേണേൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 2 + 4x. നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും, അതുകൊണ്ടാണ് ഞാൻ അധികം വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ കേട്ടോ. ഇതും കൂടെ പെട്ടെന്നൊന്ന് ചെയ്യുവാണേ. ആ ഒരൊറ്റ കാര്യം കൊണ്ട് നിങ്ങൾക്ക് പിടികിട്ടി കാണും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വരയ്ക്കുവാണ്. x² അല്ലേ, മനസ്സിലായ മക്കൾസ് ഒന്ന് ചെയ്തേടാ, മനസ്സിലായ മക്കളെ ഒന്ന് ചെയ്തേ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ വരച്ചിട്ടുണ്ട്. 2 + 4x - x². 2 + 4x - x². മക്കളെ റീഡിഫൈൻ ചെയ്യാനാണ്, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ നമുക്ക് പലർക്കും പല ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. സോ ഇതാണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് റീഡിഫൈൻ ചെയ്യാം. എവിടെ തൊട്ടാക്കണം, ഇത് 1 ആണോ, അല്ല. കാരണം യു പോലെ ഇരിക്കണതും ഈ പോലെ ഇരിക്കണതൊന്നും 1 ആകത്തില്ല. അപ്പോൾ ഇത് ഈ കട്ട് ചെയ്യുന്നത്, ഈ ബെൻഡ് വരുന്നത് അല്ലേ, ആ വളവ് വരുന്ന സ്ഥലം തൊട്ട് നമുക്ക് മുറിച്ച് മാറ്റിയാൽ മതി. അത് മുറിച്ച് മാറ്റണമെങ്കിൽ എവിടെ തൊട്ടാക്കണം, നമ്മുടെ ഡൊമൈൻ എവിടെ തൊട്ടാക്കണം, 2 തൊട്ട് ഇൻഫിനിറ്റി വരെ ആക്കാം. അപ്പോൾ ഡൊമൈൻ എന്താണ്, സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താക്കണം, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ, ഡൊമൈൻ ഏതാണെന്ന് പറഞ്ഞല്ലേ, ഇവിടെ തൊട്ട് എടുത്താൽ പോരെ, 2 തൊട്ട് കറക്റ്റ് നമ്മൾ 2 വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അപ്പൊ 2 തൊട്ട് ക്ലോസ്ഡ് ആക്കണേ, ക്ലോസ്ഡ് ടു ഇൻഫിനിറ്റി, 2 കൂടെ ഉൾപ്പെടും. 2 തൊട്ട് ഇൻഫിനിറ്റി വരെ നമുക്ക് ഡൊമൈൻ ആക്കാം. ഇനി അങ്ങനെയല്ല, സാറ് പറയാണ് വേറൊരു ഡൊമൈൻ പറയാൻ പറഞ്ഞ് എന്ത് പറയണം, നമ്മൾ പറയുന്നത് ഇപ്പുറം തൊട്ട് ഇവിടം തൊട്ട് ഇവിടം വരെ മുറിക്കണുള്ളൂ. ഇങ്ങനെ നമുക്ക് പറയാം, ഡൊമൈൻ പറയാം -∞ തൊട്ട് 2 വരെ. ഏതെങ്കിലും ഒരെണ്ണം മതി കേട്ടോ മക്കളെ, ഏതെങ്കിലും ഒരെണ്ണം മതിയേ. ഇനി റേഞ്ച് എന്ത് പറയാം, ഇത് ഓൺ ടു അല്ല, കാരണം ഇത് ഇവിടം തൊട്ട് മുകളിലേക്കില്ല. അപ്പൊ നമ്മൾ ഇവിടം വരെ റെസ്ട്രിക്ട് ചെയ്ത് ഇവിടം വരെ 6 വരെ എടുത്താൽ മതി. പിന്നെ റേഞ്ച് എന്ന് പറയാം, റേഞ്ച് എന്ന് പറഞ്ഞാൽ താഴത്തേക്കല്ലേ, -∞ തൊട്ട് 6 വരെ. ഇതാണ് എൻ്റെ ഡൊമൈനും റേഞ്ചും. ഓക്കെ അല്ലേ, കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ മക്കളെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് 1 + 6x - 3x². ഓക്കെ, 3x². മക്കളെ ഇത് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ മക്കളെ. ഇച്ചിരി പാടാണ്, പഠിപ്പിക്കാനും പറഞ്ഞ് മനസ്സിലാക്കാനും പാടാണ്. പക്ഷെ ഞാൻ ആ ലിമിറ്റേഷൻ ഒക്കെ നിന്നുകൊണ്ടാണ് മക്കളെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് കേട്ടോ. മക്കളെ ഇത് നിങ്ങൾ തന്നെ ഒന്ന് എഴുതണം മക്കളെ. വീഡിയോ പോസ് ആയിട്ട് തന്നെ എഴുതിക്കോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഡൊമൈനും റേഞ്ച് കറക്റ്റ് ആയിട്ടൊന്ന് എഴുതും. ഡൊമൈനും റേഞ്ച് കറക്റ്റ് ആയിട്ട് എഴുതും മക്കളെ. എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടോ നോക്കട്ടെ. ഡൊമൈനും റേഞ്ചും കറക്റ്റ് ആയിട്ടൊന്ന് എഴുതിക്കടാ, കറക്റ്റ് ആയിട്ട്. വീഡിയോ പോസ് ആക്കിയിട്ട് എഴുതിക്കോ. എന്തുവരും, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പറയാം. ഇവിടെ നിന്ന് കട്ട് ചെയ്താൽ മതി അല്ലേ. ഇവിടെ തൊട്ടാണ് 1 തൊട്ട്. സോ ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഡൊമൈൻ = ക്ലോസ്ഡ് 1 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ് ഡൊമൈൻ. റേഞ്ച് എവിടം വരെ എടുത്താൽ മതി, റേഞ്ച് y ആക്സിന്റെ ഈ 4 വരെ എടുത്താൽ മതി അല്ലേ. സോ 4 4 മൈനസ് എന്നാണല്ലോ വരുന്നത്, -∞ തൊട്ട് 4 വരെ എഴുതി കാണാം മക്കളെ. കറക്റ്റ്
കറക്റ്റായിട്ട് എഴുതി കാണും. അല്ലെങ്കിൽ ചിലപ്പോൾ ഡൊമൈൻ നിങ്ങൾ ഇതായിരിക്കും എഴുതിയത് തിരിച്ച് ഇവിടുന്ന് -∞ തൊട്ട് 1 വരെ ആയിരിക്കും റെസ്ട്രിക്ട് ചെയ്ത്. രണ്ടും ഒന്ന് തന്നെയാണ്, നോ പ്രോബ്ലം. രണ്ടും ഒന്ന് തന്നെയല്ല, രണ്ടും സെയിം കറക്റ്റ് തന്നെയാണ്. ഓക്കെ, കുറേ പേര് എഴുതി കാണും മക്കളെ. നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മക്കളെ ഒന്ന് കമൻ്റ് ആയിട്ട് പറയണം കേട്ടോ. യെസ് സാർ മനസ്സിലായി, എഴുതാൻ പറ്റിയിട്ടുണ്ടെന്ന് പറയണേ. കാരണം നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെയും കൂടെ ഒരു വിജയമാണ്. ഓക്കെ, അപ്പോൾ ഇത് സ്കെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ സ്കെച്ച് ചെയ്തില്ലായിരുന്നല്ലേ. ഇത് സ്കെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളത് ഇവിടെ അടിച്ചു കൊടുത്താൽ മതി. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ അല്ലേ? എഫ് കോമ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എവിടെ തൊട്ടാ 1 തൊട്ടല്ലേ? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 എൻ്റർ അടിക്കുക. സോ പുതിയത് വന്നു, മറ്റേത് ഹൈഡ് ചെയ്ത് സാറിനെ കാണിച്ചു കൊടുക്കാം. സാറേ ഞാൻ റെസ്ട്രിക്ട് ചെയ്ത ഡൊമൈൻ ഇതാണ് എൻ്റെ പുതിയ ഗ്രാഫ്. ഇത് 1 1 ആണ്, ഓൺ 2 ആണ്. പറയും ഡൊമൈൻ എന്താണെന്ന് വെച്ചാൽ പറയാൻ സാറേ ഡൊമൈൻ ഞാൻ 1 തൊട്ടാണ് റെസ്ട്രിക്ട് ചെയ്തത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ സാറേ ഇവിടം വരെ 4 വരെ -∞ തൊട്ട് 4 വരെയാണ് എൻ്റെ റേഞ്ച്. ഓക്കെ സെറ്റ്. അത് കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 3 2 5 മാർക്കാണ്. ഈ 3 മാർക്കിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. കൺസിഡർ ഓൺലി 1 ഫംഗ്ഷൻ ഹാവിംഗ് ടിക്ക് മാർക്ക്. മക്കളെ ഇതേ മോഡൽ തന്നെ നമ്പർ അല്ലെങ്കിൽ ഫംഗ്ഷൻ മാറ്റി തരും, അത്രേ ഉള്ളൂ കേട്ടോ. 2 seek 2x ആണ് നമ്മളോട് ചോദിച്ചത്. 2 seek 2x. സോ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യുവാണ്. 2 seek 2x. 2 seek 2x എൻ്റർ അടിച്ചു. സോ ഗ്രാഫ് വന്നു. കളർ ഒന്ന് മാറ്റി കൊടുക്കുക. ഈ ബ്ലാക്ക് കളറൊക്കെ ഒരു രസമില്ല, റെഡ് കളറാണ്. അത് കിടക്കട്ടെ. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. മുകളിലേക്കും താഴത്തേക്കൊക്കെ ഉണ്ടേ. സീക്ക് 2x 2 seek 2xന്റെ ഫംഗ്ഷൻ വന്നു, ഗ്രാഫ് വന്നു. ഓപ്പൺ എ ജിയോജിബ്ര വിൻഡോ ആൻഡ് മേക്ക് ദി ഇനിഷ്യൽ സെറ്റിംഗ്സ്. അവർ പറഞ്ഞു തരണം മക്കളെ, നമുക്ക് ഇതിനെ π/4 മാറ്റണം. കാരണം ഇവിടെ കിടക്കുന്ന പൈയിലേക്ക് മാറ്റണം. ഇവിടെ കിടക്കുന്ന 1 2 3 അല്ലേ. സോ സീക്കും ടാനും ഒക്കെ വരുമ്പോൾ അവർ പറയും പൈയിലേക്ക് മാറ്റാൻ പറയും. അവർ പ്രത്യേകം അതിന്റെ കാര്യങ്ങളും പറഞ്ഞു തരും. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഗ്രാഫിക്സ് എടുക്കുക. ഗ്രാഫിക്സിൽ എക്സ് ആക്സിസ് ഡിസ്റ്റൻസ് മാറ്റി π/4 ആക്കുക. എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഗ്രാഫിക്സ് വരും. അപ്പൊ ചിലവർ റൈറ്റ് ക്ലിക്ക് കേൾക്കുമ്പോഴത്തേക്കും ഗ്രാഫിക്സ് കാണത്തില്ല. കാരണം എന്താ അറിയുക, ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുവേ. എന്നിട്ട് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് കേൾക്കും. അപ്പോൾ അതേ ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് അതേ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കും, അയ്യോ എൻ്റെ ഗ്രാഫിക്സ് കാണാനില്ലേ. മക്കളെ നിങ്ങൾ അതാ പറഞ്ഞ എവിടെയെങ്കിലും ഈ ആക്സിസിന്റെ എവിടെയെങ്കിലും കൊണ്ട് പുറത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗ്രാഫിക്സ് കാണും. ഗ്രാഫിക്സിലെ എക്സ് ആക്സിസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക. എക്സ് ആക്സിന്റെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് π/4 ആക്കേണ്ടത്. അപ്പോൾ ചിലവർ, ഞാൻ എൻ്റെ പിള്ളേരെ ചെയ്യിപ്പിക്കുമ്പോൾ ചിലവർ എക്സ് ആക്സിസ് ചെന്നിട്ട് ഞാൻ പറയും ഡിസ്റ്റൻസ് മാറ്റാൻ പറയുമ്പോൾ സാറേ ഇത് മാറുന്നില്ല എന്ന് പറയുന്നത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട്, സാർ ഇത് മാറുന്നില്ല സാറേ, ഡിസ്റ്റൻസിൻ്റെ വർക്ക് ചെയ്യുന്നില്ല, എന്തോ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്ന് അറിയാമോ? ഈ ഡിസ്റ്റൻസ് മാറ്റണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഇവിടുത്തെ ഒരു ബോക്സ് കണ്ട അവിടെ കൊണ്ട് ടിക്ക് കൊടുക്കണം. അപ്പോഴേ നമുക്ക് ഡിസ്റ്റൻസ് ഇവിടെ മാറ്റാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചുമ്മാ ഇരുന്ന് കൺഫ്യൂഷനായിട്ട് ടെൻഷൻ അടിച്ചിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യില്ലെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഡിസ്റ്റൻസ് ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇത് ഇവിടെ ഇങ്ങനെ എടുക്കുക. π/2 ആണ് വന്നിരിക്കുന്നത്. സോ π/2 സെലക്ട് ചെയ്യുക. പക്ഷെ നമുക്ക് π/2 അല്ല π/4 ആക്കാനാണ്. സോ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ബാക്ക് സ്പേസ് അടിച്ച് അത് 4 ആക്കുക. π/4 ആക്കി എൻ്റർ അടിക്കുക. ഓക്കെ, ഇത് ക്ലോസ് ചെയ്തോ. ഉണ്ടല്ലോ π/2 π/4 ഒന്ന് സൂം ചെയ്യുമ്പോഴത്തേക്കും π/4 വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അയ്യോ എൻ്റെ π/2 ആയില്ല π/4 ആയില്ലെന്ന് പറയല്ലേ. സൂം ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ π/2 π/4 ഒക്കെ വരും. ഓക്കെ, അപ്പോൾ ഇത് π/4 മൾട്ടിപ്പിൾസിലാണ് നമ്മുടെ ഈ എക്സ് ആക്സ് വൈ ആക്സ് വന്നിരിക്കുന്നത്. സോ അത് ഓക്കെയാണ്, നോ പ്രോബ്ലം. ഓക്കെ, ഇതിങ്ങനെ കിടക്കുകയാണ്. ഇനി നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കട്ടെ. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി എബോവ് ഫംഗ്ഷൻ, ഒബ്സർവ് ദി ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റേഞ്ച്. ഇതിന്റെ റേഞ്ച് കണ്ടുപിടിക്കാനാണ് മക്കളെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇതിന്റെ റേഞ്ച് കണ്ടുപിടിക്കണം. സോ റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വൈ ആക്സ് ആണല്ലോ. ഇതിന്റെ റേഞ്ച് മക്കളെ നിങ്ങൾ പെർപെൻഡിക്കുലർ ലൈൻ എടുക്കുക, വൈ ആക്സ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഇതിന്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. കാരണം നോക്കിക്കോണേ, ഇതിന്റെ സൂം ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും മക്കളെ ശരിക്കും പറഞ്ഞത് ഇവിടെ എല്ലായിടത്തും വലിയൊരു ഗ്രാഫാ അല്ലേ, കണ്ടല്ലോ. ഓരക്കളം പോലെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇവിടെ എല്ലായിടത്തും ഞാൻ വൈ ആക്സിൽ കൊണ്ട് നീക്കുമ്പോഴത്തേക്കും എല്ലായിടത്തും ഗ്രാഫുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷേ റേഞ്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. 1 1 2 അല്ല പറഞ്ഞിരിക്കണം. 1 1 2 അല്ലല്ലോ, അല്ല, റേഞ്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ ഇത് 1 1 ആണോ? 1 1 അല്ല, കാരണം ഒന്നിൽ കൂടുതൽ പോയിന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്. 1 1 അല്ല മക്കളെ. ഇതിന്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ റിയൽ നമ്പർ മൊത്തം ഉണ്ട്, പക്ഷേ ഇടയ്ക്ക് മാത്രമില്ല അല്ലേ. അപ്പം നിങ്ങൾക്ക് 2 രീതിയിൽ ഇതിനെ എഴുതാം. എവിടെ തൊട്ട് ഇല്ലാത്തത്? 2 തൊട്ട് -2 അല്ലെ, -2 തൊട്ട് 2 വരെ ഇവിടെ ഇല്ല. അപ്പം നിങ്ങൾക്ക് ഇതിനെ 2 രീതി എഴുതാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. ഇതിന്റെ റേഞ്ച് എഴുതാൻ പറഞ്ഞാൽ റേഞ്ച് എഴുതാനായിട്ട് എന്തായാലും ക്വസ്റ്റ്യൻ കാണും. ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റേഞ്ച് എഴുതേണ്ടത് ഒരെണ്ണം ഞാൻ പറഞ്ഞു തരാം മക്കളെ. എവിടെ തൊട്ടാണ്? താഴത്തുനിന്ന് എവിടം വരെ ഉണ്ട്? -2 വരെ ഉണ്ട് അല്ലേ.
അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെയാണ്, -∞ തൊട്ട് 2 വരെ ഉണ്ട്. പിന്നെ എവിടെ തൊട്ടാണ് 2 തൊട്ട് ഇൻഫിനിറ്റി വരെ ഉണ്ട്. പിന്നെ എവിടെ തൊട്ടാണ് 2 തൊട്ട് ഇൻഫിനിറ്റി വരെ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് യൂണിയനും കൂടെ എഴുതി കഴിഞ്ഞാൽ കറക്റ്റായി റേഞ്ച്. കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഇപ്പുറത്തേക്ക് നിൽക്കുകയാണ്. ഒന്നുകൂടെ നോക്കിയാണ് റേഞ്ച് എവിടെ തൊട്ടാണ് മക്കളെ? -∞ തൊട്ട് 2 വരെയും ക്ലോസ്ഡ് ഇന്റർവെൽ യൂണിയൻ എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ ചേർക്കണം. ഈ ഇടയ്ക്കത്തെ ഗ്യാപ്പ് കണ്ടല്ലോ, അതും കൂടെ ചേർക്കാൻ വേണ്ടിയാണ്. ഇവിടെ തൊട്ട് 2 വരെയും പിന്നെ 2 തൊട്ട് ഇൻഫിനിറ്റി വരെയും. സോ ഇതാണ് നമ്മുടെ റേഞ്ച്. ഇത് ഒരു രീതിയിൽ എഴുതാം. ഇതല്ലെങ്കിൽ വേറെ രീതിയിൽ എഴുതാം. നിങ്ങൾക്ക് റേഞ്ചിനെ വേറെ രീതിയിൽ എഴുതാം. റിയൽ നമ്പർ മൊത്തം അതിൽ നിന്ന് എന്ത് കളയണം? ഇത്രയും ഭാഗം കളയണം. മൈനസ് ഓപ്പൺ ഇന്റർവെൽ, കാരണം 2 അവിടെ ഉൾപ്പെടും. സോ ഓപ്പൺ ഇന്റർവെൽ -2 തൊട്ട് 2 വരെ. -2 തൊട്ട് 2 വരെയുള്ള ആ ഇന്റർവെൽ അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേഞ്ചായി. രണ്ട് രീതി എഴുതാം, രണ്ടും ശരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. നിങ്ങൾ കുറച്ചുകൂടി എളുപ്പം ഇതായിരിക്കും. റിയൽ നമ്പർ മൊത്തം അതിൽ നിന്ന് എന്ത് കളയണം? -2 2നെ കളയണം. അത് ഓപ്പൺ ഇന്റർവെൽ എഴുതാവളെ. ഓക്കെ, അപ്പൊ റേഞ്ച് എഴുതി. റേഞ്ച് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്? റീഡിഫൈൻ ദ ഡൊമൈൻ ആൻഡ് കോഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ ടു മേക്ക് ഇറ്റ് എ ബൈജക്ഷൻ. അത് ബൈജക്ഷൻ ആക്കാൻ വേണ്ടി ഡൊമൈൻ റേഞ്ച് റീഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞത്. സോ ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ ഇൻ ദ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ. എക്സാമ്പിൾ ഫോർ ദി ഇൻപുട്ട് കമാൻഡ് ഇഫ് വി റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ ഫിസിക്കൽ -5 റീഡ് ദി ഇൻപുട്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡൊമൈൻ റേഞ്ച് റീഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് മക്കളെ. നമുക്ക് ഇത് 1 1 1 2 ആകണമെങ്കിൽ എവിടം തൊട്ട് എവിടം വരെ എടുക്കണം? അതാണ് എൻ്റെ ചോദ്യം. ശരിക്കും പറയും, ഇവിടെ നോക്കിയേ മക്കളെ, എക്സ് ആക്സ് നോക്കി, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുവാണേ. നമുക്ക് പല സ്ഥലത്ത് ഇഷ്ടം പോലെ എല്ലായിടത്തും ഒരേപോലെ വരുന്നത് അല്ലേ മക്കളെ? ഇത് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ദേ ഇവിടം തൊട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിനെ പകുതി വെച്ചെടുക്കണമല്ലോ. ഇഷ്ടമുള്ള എടുക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഈ ഗ്രാഫിന്റെ പകുതി വെച്ചെടുത്തത് ഇവിടെ തൊട്ട്. അത് പക്ഷെ 0 to ഇവിടം വരെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കത് ഇവിടം വരെ എടുക്കാം. ഞാൻ ചെയ്യണുണ്ടല്ലോ, ബാക്കി എല്ലാം കളഞ്ഞിട്ട് 0 തൊട്ട് π/2 വരെ. കാരണം ഈ ഗ്രാഫ് കണ്ടല്ലോ, 0 തൊട്ട് π/2 വരെ എടുക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത π/2 to π ഏത് വേണം എടുക്കാം. ഞാനിപ്പോൾ എടുക്കാൻ പോണത് 0 തൊട്ട് π/2 വരെ എടുക്കും. ഓക്കെ, റീഡിഫൈൻ ചെയ്യണം നോക്കിക്കോണേ. 0 തൊട്ട് π/2 വരെ എടുക്കും മക്കളെ. ഇത് സൂം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. നിങ്ങൾ നോക്കിക്കോണേ, തൊട്ടടുത്ത് 0 കഴിഞ്ഞ് π/4 ആണ്, പിന്നെ π/2 ആണ്. അവർ നമ്മളോട് പറഞ്ഞ π/4 മൾട്ടിപ്പിൾസിന്റെ രീതിയിലാണ് നമ്മൾ ഗ്രാഫിനെ വരച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഞാൻ ഇപ്പം എനിക്ക് 0 to π/4 വരെ എടുക്കുവാണെങ്കിൽ ഇത് ഇത്രയും ഭാഗം ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ താഴത്തെ 0 to π/2 അല്ലല്ലോ, 0 to π/2 വരെ, 0 to π/2 വരെ എടുക്കുവാണെങ്കിൽ മക്കളെ, ഇതിൻ്റെ റേഞ്ച് ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്രാഫ് ശരിക്കും പറഞ്ഞാൽ മക്കളെ രണ്ടും കൂടെ മിക്സാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനിവിടെ ഒരു കാര്യം ചെയ്യാൻ പോകണേ. ഇവിടെ 0 to π/2 വരെ മാത്രം എടുക്കുന്നു. 0 to π/2 വരെ മാത്രം. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രത്യേകത 0 to π/2 വരെ എടുക്കുമ്പോൾ ഈ ഗ്രാഫിന്റെ ഈ ഭാഗവും കിട്ടും. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. എഫ് കോമ എവിടെ തൊട്ടാണ്? 0 തൊട്ട് π/2 വരെ. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 π/2 എൻ്റർ. അപ്പൊ നമ്മുടെ പുതിയ ഗ്രാഫ് വന്നു. പക്ഷെ അതിന്റെ കളറും സെയിം തന്നെയാ അല്ലേ? അതിന്റെ കളറൊന്ന് മാറ്റട്ടെ, ഒരു നീല എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കാര്യം പിടിയിട്ട് ഇതേ നോക്കിയാൽ മക്കളെ, പുതിയ ഗ്രാഫ് ഞാൻ എൻ്റർ ചെയ്ത് കണ്ടല്ലോ, ഈ നീല കളർ വന്നിരിക്കുന്നത്. മറ്റേ ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കി, മറ്റേത് ഹൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ 0 തൊട്ട് π/2 വരെ മാത്രം എടുക്കുന്നു എൻ്റെ ഇന്റർവെല്ലിൽ. അപ്പൊ ഇത് 1 1 ആണോ 1 2 ആണോ? ഇത് എൻ്റെ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ, ഞാൻ ഡൊമൈൻ റെസ്ട്രിക്ട് ചെയ്തു നോക്കി. ഇത് 1 1 ആണോ നോക്കി. പക്ഷെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് മക്കളെ. ഇവിടെ ദി π/4 എന്ന് പറയുന്നതിന്റെ നേരെ ഗ്രാഫ് ഇല്ല. π/4ന്റെ നേരെ ഗ്രാഫ് ഇല്ല. നോക്കിയേ, എത്ര സൂം ചെയ്താലും ഈ ഒരു വരയിൽ ഗ്രാഫ് മുട്ടത്തില്ല അല്ലേ? π/4ൽ ഗ്രാഫ് ഇല്ല, പക്ഷെ ബാക്കി ഇടയ്ക്ക് മൊത്തം നമ്മുടെ ഡൊമൈൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു പെർപെൻഡിക്കുലർ ലൈൻ എടുത്തിട്ട് ഡൊമൈൻ അല്ലേ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. ഡൊമൈൻ്റെ ഇവിടെ എക്സ് ആക്സിസ് കൊണ്ട് ക്ലിക്ക് ചെയ്തു. ഇത് നോക്കിക്കോണേ, 0 തൊട്ട് ഞാൻ ഇങ്ങനെ നീക്കുമ്പോഴത്തേക്ക് എൻ്റെ ഗ്രാഫുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ? യെസ്, ഗ്രാഫുമായിട്ട് എല്ലായിടത്തും മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? എവിടം വരെ? π/2 വരെയാണ്, എല്ലായിടത്തും മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് 1 1 ആണെന്ന്, ഇത് ഡൊമൈൻ ഇതാണെന്ന് പറയാം. 1 1 അല്ല, ഡൊമൈൻ ഇതാണെന്ന് പറയാം. പക്ഷേ ഡൊമൈനകത്ത് ഈ π/4ൻ്റെ അകത്ത്
ഗ്രാഫുമായിട്ട് ഒരു ബന്ധവുമില്ല. കണ്ടല്ലോ മക്കളെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ഡൊമൈൻ എഴുതാൻ നേരത്ത് നിങ്ങൾ ചെറിയൊരു പരിപാടി ചെയ്യണം. അതാണ് ഇവിടെ പലർക്കും മിസ്റ്റേക്ക് വരുന്നത്. മനസ്സിലാകാത്തതിൻ്റെ കാര്യം അതാണ്. എൻ്റെ ഡൊമൈൻ എന്താണ്, ഞാനിപ്പോൾ എന്താ ചെയ്തത്, 0 തൊട്ട് ഡൊമൈൻ എന്ന് പറയുമ്പോൾ 0 തൊട്ട് 0 തൊട്ട് π/2 വരെയാണ്. അതിൻ്റെ അകത്ത് നിന്ന് എന്ത് കളഞ്ഞു, ഈ π/4 എന്ന് പറയുന്ന ആളെ കളഞ്ഞു. π/4 കളഞ്ഞു. ഇതാണ് എൻ്റെ ഡൊമൈൻ. ഓക്കെ ആണോ മക്കളെ? ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് വേറൊരെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. വേറൊരെണ്ണം ഇതല്ലാതെ ചൂസ് ചെയ്യാം. ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയണേ. ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. കണ്ടുപിടിച്ച് നേരത്തെ ഇരുന്ന പോലെ ആക്കുവാണ്. ഓക്കെ മക്കളെ, ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന പോലെ അല്ലാതെ വേറെ രീതിയിൽ മാറ്റിത്തരാം. ഇപ്പൊ ഞാൻ 0 തൊട്ട് π/2 അല്ലേ എടുത്തത്, അതിന് പകരം എനിക്ക് ഇപ്പുറത്തേക്ക് എടുക്കാം. -π/2 തൊട്ട് 0 വരെ എടുക്കാം. അല്ലേ വേണ്ട, ഇവിടെ തൊട്ട് അടുത്ത് π/2 തൊട്ട് 5π/2 വരെയോ π/2 തൊട്ട് π വരെ എടുക്കാൻ നിൽക്കും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എടുക്കാം. 0 തൊട്ട് π/2 എടുക്കണം കുറച്ചുകൂടി എളുപ്പം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇപ്പുറത്തെ എടുക്കാം, -π/2 തൊട്ട് 0 വരെ. നിങ്ങളുടെ ഇഷ്ടമാണ് മക്കളെ. ഞാനിപ്പോൾ എന്താ എടുത്തത്, 0 തൊട്ട് π/2 വരെ. അതെങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എഫ് കോമ, അതാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് വരയ്ക്കാൻ, ഡ്രോ ദി ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എഫ് കോമ 0 തൊട്ട് π/2 വരെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, -π/2 തൊട്ട് 0 വരെ. എഫ് കോമ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ, പി ഐ എന്ന് അടിച്ചാൽ മതി, π/2. എൻ്റർ അടിക്കുക. അപ്പം നമ്മുടെ ഗ്രാഫ് വന്നു. അത് വീണ്ടും റെഡ് കളർ തന്നെ, അതിൻ്റെ കളർ മാറ്റുവാണ്. ഓക്കെ, ഗ്രാഫ് വന്നു. സോ ഇതാണ്. മറ്റേത് ഹൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് 1 ഇതിന്റെ ഡൊമൈൻ ഇവിടം തൊട്ട് ഇവിടം വരെയാണ്. 1 കാര്യം ചോദിച്ചിട്ടില്ല, ഡൊമൈൻ റെസ്ട്രിക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടം തൊട്ട് ഇവിടം വരെയാണ്. ഇതിന് കോഡൊമൈൻ അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ എടുക്കണം, ഇവിടം തൊട്ട് ഇവിടം വരെ എടുക്കണം അല്ലേ. അപ്പോൾ ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ മക്കളെ. ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളൂ ഇതിന്റെ ഡൊമൈൻ. ഇത് എങ്ങനെ എഴുതും നമ്മൾ, ഡൊമൈൻ എഴുതുന്നത്, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്ത് എഴുതും, ഡൊമൈൻ ഈക്വൽ ടു 0 തൊട്ട് π/2 വരെ. ക്ലോസ്ഡ് ഇന്റർവൽ 0 തൊട്ട് π/2 വരെ. അതിൽ നിന്ന് എന്ത് കളയണം, ഈ π/4 എന്ന് പറയുന്ന ആളെ കളയണം. കാരണം π/4ന്റെ അവിടെ ഗ്രാഫ് ഇല്ല. π/4നെ കളയണം, സെറ്റ് ഇട്ടോണം കേട്ടോ. ഇനി അങ്ങനെ അല്ലെങ്കിൽ തിരിച്ചെടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള രീതി എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി എടുക്കാം. ഇനി റേഞ്ച് എന്താണ്, റേഞ്ച് അല്ലല്ലോ, കോഡമൈൻ അല്ലേ ചോദിച്ചത്. യെസ്, കോഡമൈൻ. ഈ റെസ്ട്രിക്ട് ചെയ്യാൻ പറഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്നത് 1 1 1 2 ആക്കാൻ വേണ്ടിയാണ് അവർ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ ആക്കാൻ പറഞ്ഞത്. ഇത് 1 1 ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഇത് 1 1 ആണ് അല്ലേ. കാരണം നമുക്ക് പറഞ്ഞിട്ടുള്ള ഈ ഡൊമൈനിൽ എല്ലായിടത്തും ഒരേ ഒരു പോയിന്റിലേ മീറ്റ് ചെയ്യണുള്ളൂ. സോ അത് 1 1 ആണ്. ഇത് 1 2 ആണോ, ഏതെങ്കിലും ഒരു പോയിന്റിലേ മീറ്റ് ചെയ്യണുള്ളൂ അല്ലേ. കോഡമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, കോഡമൈൻ നമ്മൾ റീഡിഫൈൻ ചെയ്യണം. റേഞ്ച് എന്തായിരുന്നു, റിയൽ നമ്പർ മൊത്തം. അതിൽ നിന്ന് എന്ത് കളഞ്ഞു, അതിൽ നിന്ന് നമ്മൾ -2 തൊട്ട് 2 വരെയുള്ള ആ ഒരു ഇന്റർവെലിനെ കളഞ്ഞു. -2 തൊട്ട് 2 വരെയുള്ള ഇന്റർവെലിനെ കളഞ്ഞു. ഇതാണ് എൻ്റെ കോഡൊമൈനും റേഞ്ചും. ഓക്കെ അല്ലേ മക്കളെ, മനസ്സിലായോ? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു തരുമ്പോൾ മനസ്സിലാവും. ഇവിടെ ക്ലാസ്സിൻ്റെ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ അതാണ് ഞാൻ പെട്ടെന്നൊന്ന് അവസാനിപ്പിക്കാൻ നോക്കുന്നത്. ഇത് ഡിലീറ്റ് ചെയ്യണം മക്കളെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 3 cosec 2x. അതൊന്ന് നോക്കാം നമുക്ക്. 3 cosec 2x. അപ്പം നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. 3 cosec 2x എൻ്റർ അടിച്ചു. സോ ഇങ്ങനെ വന്നു, സെയിം അതേ മോഡൽ തന്നെ വന്നു, ഗ്രാഫ് അതേ മോഡൽ തന്നെ വന്നിട്ടുണ്ട്. സോ ഇതിന്റെ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ ആണ് ചോദിച്ചത് അല്ലേ. റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ എഴുതാം, മക്കളെ. റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ എവിടെ തൊട്ട് എടുക്കാം നമുക്ക്, നേരത്തെ പോലെ തന്നെ 0 to നമുക്ക് 3 π/4 എടുത്താൽ മതി അല്ലേ. അല്ല വേണ്ട, π/4 തൊട്ട് ഈ ഒരു ഒടിവ് തൊട്ട് ഈ ഒരു ഒടിവ് വരെ എടുത്താൽ മതി. പിന്നെ ഡൊമൈൻ എന്താണ്, നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ മക്കളെ. ഡൊമൈൻ ഇവിടെ കണ്ടല്ലോ, ഈ ഒരു ഒടിവ് തൊട്ട് ഈ ഒരു ഒടിവ് വരെ. അതിന് നേരെയുള്ള എന്താണ് π/4 തൊട്ട് 3 π/4 വരെ അല്ലേ. π/4 തൊട്ട് 3 π/4 വരെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, π/4 തൊട്ട് 3 π/4 വരെയാണ് എൻ്റെ കോഡൊമൈൻ, ഡൊമൈൻ. അതിൻ്റെ അകത്ത് എന്ത് കളയണം, ഇത് നമ്മുടെ ഈ π/2നെ കളയണം, നടുക്കുള്ളവനെ. ഓക്കെ ആണോ? ഇതല്ലെങ്കിൽ എനിക്ക് എന്തെടുക്കാം, ഇപ്പുറത്തെ എടുക്കാം. ഇഷ്ടമുള്ള നമുക്ക് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമുക്കിത് ഈ ഒടിവ് തൊട്ട്
ഇതിന്റെ ഈ ഒടിവ് തൊട്ട് ഈ ഒടിവ് വരെ, അതും കറക്റ്റാണ്. ഇഷ്ടമുള്ളവരെണ്ണം നമുക്ക് പറയാം. ഡൊമൈൻ എന്താണ്? -π/4 തൊട്ട് -π/4 തൊട്ട് π/4 വരെ. അതിൻ്റെ അകത്ത് എന്ത് കളയണം? നടുക്കത്തെ ആ പോയിന്റ് 0. 0യിൽ മാത്രം നമ്മുടെ ഫംഗ്ഷൻ ഇല്ല. വേറൊരെണ്ണം പറയാം അവിടെ മക്കളെ. വേറൊരെണ്ണം ഇവിടം തൊട്ട് ഇവിടം വരെ, ഈ ഒടിവ് തൊട്ട് ഈ ഒടിവ് വരെ, അതും കറക്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടം തൊട്ട് ഇവിടം വരെ, ഇത് ഏത് വേണേ പറയാം. നടുക്കത്തെ അതിനെ കളയണമെന്നേ ഉള്ളൂ. മനസ്സിലായോ? ഏത് വേണേ നിങ്ങൾക്ക് പറയാം. ഇതേ മോഡൽ തന്നെ ഇങ്ങോട്ട് ഒരെണ്ണം വരുന്നത്. സോ ഡൊമൈൻ ഞാൻ എഴുതി. റേഞ്ച് എന്താടാ? റേഞ്ച് റിയൽ നമ്പറിൽ നിന്ന് എന്ത് കളയണം? ഇവിടം തൊട്ടല്ലേ, ഇവിടം തൊട്ട ഗ്രാഫ് ഇല്ലാത്ത അല്ലേ, ഇവിടം തൊട്ട് ഇവിടം വരെ എന്ന് പറഞ്ഞാൽ -3 തൊട്ട് 3 വരെ. ഇതാണ് ഡൊമൈനും റേഞ്ചും. ഇതെങ്ങനെ നമ്മൾ ഗ്രാഫിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കും? ഗ്രാഫിൽ എങ്ങനെ കാണിക്കാൻ പറയും? ഗ്രാഫിൽ നമുക്ക് കാണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? F, എവിടെ തൊട്ടാണ് നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തൊട്ട് -π/4 തൊട്ട് π/4 വരെ ആണെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് -π/4. അതായത് നമ്മൾ അടിച്ചു കൊടുത്ത പോലെ π/4 തൊട്ട് 3π/4 വരെയാണ്, അതുപോലെ അടിച്ചു കൊടുക്കുക. അപ്പം ഞാനിവിടെ -π/4 തൊട്ട് π/4 വരെ ആണെങ്കിൽ -π/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/4 എൻ്റർ അടിച്ചു. സോ എൻ്റെ ഗ്രാഫ് വന്നല്ലോ, കണ്ടല്ലോ, കളർ മാറി കണ്ടല്ലോ. മറ്റേത് ഹൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം ഇതാണ് സാറേ എൻ്റെ ഗ്രാഫ് എന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ അല്ലേടാ മക്കളെ? ഓക്കെ അല്ലേ? വലിയ പാടൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇച്ചിരി ഒരു കൺസെപ്റ്റിന്റെ കാര്യം ഉണ്ട് ഇവിടെ ശരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യാം മക്കളെ. അതിനുശേഷം ഇതൊന്ന് തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. 2 cosec 2x ഇതേപോലെ തന്നെ 3 cosec 2x പോലെ തന്നെ 2 cosec 2x ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മക്കളെ. എന്നിട്ടൊന്ന് ആൻസർ കമന്റ് ചെയ്യണം കേട്ടോ. ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യണം മക്കളെ. ഡൊമൈനും റേഞ്ചും എത്ര എന്നൊന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് ചെയ്യാം. കറക്റ്റ് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത് കൂടി ഏകദേശം ഒരു 50 മിനിറ്റോളായി മക്കളെ. അത്രയും കൺസെപ്റ്റ് ഇതിനകത്തുണ്ട്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം മക്കളെ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് മാർക്ക് വാങ്ങിച്ചോണം കേട്ടോ. നന്നായിട്ട് മാർക്ക് വാങ്ങിച്ചോണം. നന്നായിട്ട് മനസ്സിലാക്കി ചെയ്തോണം. അതേപോലെ നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് എഴുതിക്കോണം. ഓക്കെ, അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലാബ് 18 എന്ന് പറയുന്ന ലാബ്. സോ തുടക്കമൊക്കെ എളുപ്പമാണെങ്കിൽ അവസാനം കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. സോ ലാബ് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 15 മിനിറ്റോളം മതി. പക്ഷേ ഞാൻ കൺസെപ്റ്റ് ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചെയ്ത് നോക്കിക്കോണം മക്കളെ. 2024 ലാബിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ഇത് നന്നായിട്ട് ചെയ്ത് പഠിച്ചോണം, സെറ്റായിക്കോളും. ഓക്കെ, അപ്പം മക്കളെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് കാണാം. ഓക്കെ, ബൈ.